കങ്കുവയുടെ FTFs കണ്ടുവന്നുള്ളൂ. ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. കാരണം 2.5 വർഷത്തോളമായി സൂര്യയുടെ ഒരു സിനിമ, മെയിൻ ലീഡായിട്ടൊരു സിനിമ വന്നിട്ട്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സിനിമ, അപ്പോൾ സാധാ ഒരു ഓഡിയൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഒരു സൂര്യ ഫാൻ എന്നുള്ള രീതിയിലും ഈ ഒരു സിനിമ കാണാൻ പോയിട്ടുള്ള അല്ലെങ്കിൽ FTFs കാണാൻ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷകളായിരുന്നു ഈ ഒരു സിനിമ. അല്ലെങ്കിൽ ഈ ഒരു ക്രിയേറ്റേഴ്സ് സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ പ്രൊഡ്യൂസർമാർ പറയും ഇപ്പോൾ എന്തായാലും ഭയങ്കര സംഭവിക്കും, ഭയങ്കര പടമായിരിക്കും, നിങ്ങൾ പോയി കാണുന്നൊക്കെ പറയും. പക്ഷേ ഇതുവരെയും സൂര്യയുടെ പടം ഇത്ര സംഭവമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് സൂര്യ അവിടെ പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷേ സൂര്യക്ക് തന്നെ അത്രയും കോൺഫിഡൻസ് ആയിരുന്നത് ഓഡിയൻസിൻ്റെ ഇടയിൽ അത്രയും സക്സസ് ആവുന്ന ടൈപ്പ് ഒരു ജോണർ ആയിരിക്കും, അങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരിക്കും, അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ആ ഒരു നിലപാടിനോട് യോജിക്കാനേ പറ്റാത്ത രീതിയിലായിരുന്നു എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. കാരണം ഈ ഒരു സിനിമ 2 മണിക്കൂർ 34 മിനിറ്റുള്ള ഈ ഒരു സിനിമ 2.5 മണിക്കൂർ തന്നെ എനിക്ക് നല്ല ലാഗായി അടഞ്ഞാണ് പോകണമെന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ജോണർ, പ്രത്യേകിച്ച് ഈ ഒരു ഫാൻറ്റസി ആക്ഷൻ ആ ഒരു ജോണറിൽ ഈ ശിവയുടെ സ്ക്രിപ്റ്റ് എന്തായാലും വായിച്ചിട്ടാണല്ലോ ഇങ്ങനൊരു കഥ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ആൾ കമ്മിറ്റ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഓഡിയൻസിനെ, അതായത് കൂടുതൽ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് പുള്ള് ചെയ്യുന്ന രീതിക്കുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത് കണ്ടിട്ട് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ 2 മെയിൻ ക്യാരക്ടേഴ്സാണ്, ഒന്ന് ഫ്രാൻസിസും ഒന്ന് കങ്കുവയും. അതിൽ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ടൈപ്പിലുള്ള ഒരു യൂത്ത് മെയിൻ അങ്ങനത്തെ ഒരു ആളെ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ എഡിറ്റിംഗ് സ്റ്റൈൽ തന്നെ കറക്റ്റ് തല്ലുമാല രീതിയാണ്. നിഷാദ് യൂസഫ് എങ്ങനെയാണ് തല്ലുമാല എഡിറ്റ് ചെയ്തിരിക്കുന്നത്, സെയിം ട്രാൻസിഷൻ എഫക്റ്റും സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനാവശ്യമായി യോഗി ബാബുനെ കൊണ്ടുള്ള കുറേ ഹ്യൂമറുകളും, പ്രത്യേകിച്ച് ആ ഒരു ഫ്രാൻസിസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ ലുക്ക് വൈസും പെർഫോമൻസ് വൈസും അതിനൊന്നും ഞാൻ ഒന്നും തെറ്റ് പറയല്ല. അത് സൂര്യ എന്ന് പറഞ്ഞ ആക്ടർ എന്നുള്ള രീതി ആൾ കിഡിലായിട്ട് ചെയ്തത്. പക്ഷെ ആ ഒരു ഭാഗങ്ങൾ മറ്റു രീതിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു ബോളിവുഡ് ടൈപ്പ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ദിശ പട്ടാനി വരുന്ന ഭാഗങ്ങളും അതൊക്കെ എന്തൊക്കെയോ കാണിച്ചു വിടുന്ന പോലെയായിരുന്നു ഫ്രാൻസിന്റെ ആ ഒരു സൈഡ്. അത് കഴിഞ്ഞ് കങ്കുവ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് അതിലേക്ക് കൊടുക്കുന്ന ക്യാരക്ടർ ഇൻട്രോ, അതിന് എഡിറ്റർ എന്നുള്ള രീതിയിൽ നിഷാദ് യൂസഫ് കൊടുത്തിട്ടുള്ള എലിവേഷൻ, ഒന്നും പറയാതെ, കാരണം അതൊക്കെ ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് കങ്കുവ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് പ്രത്യേകിച്ച് വരുമ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കങ്കുവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ഈച്ച് ഇമോഷൻസ്, കാരണം ഫ്രാൻസിസും കങ്കുവയും രണ്ട് രീതിക്ക് ടൈപ്പുള്ള ക്യാരക്ടേഴ്സാണ്. 2 ക്യാരക്ടേഴ്സിന് നല്ല രീതിക്ക് സൂര്യക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് സൂര്യ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ കങ്കുവ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബാക്കി രീതികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു മെയിൻ കങ്കുവയുടെ ഈ മൊത്തം സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 80% ഈ കങ്കുവ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ചുള്ള കഥയാണ് ഇതിൽ വരുന്നത്. അതായത് ഒരു പാസ്റ്റ് ഉണ്ട്, ആ ഒരു പാസ്റ്റിനെ ചുറ്റിപ്പറ്റി പോകുന്ന കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്ലോട്ട് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കഥ ഇത്രയും വലിച്ചു നീട്ടി 2.5 മണിക്കൂർ എന്തുകൊണ്ട് കൊണ്ടുപോയി എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2.5 മണിക്കൂർ തന്നെ ഒരു നീറ്റായിട്ടുള്ളൊരു ലെങ്ത്താണ്. അതിൽ തന്നെ അനാവശ്യമായ സീനുകൾ, പ്രത്യേകിച്ച് ബോബി ഡിയോളിൻ്റെ ക്യാരക്ടർ തന്നെ എനിക്കൊട്ടും മീൻസ് ആളുടെ ഒരു കാസ്റ്റിംഗ് തന്നെ വർത്തായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ഇതിൽ അതുപോലെ തന്നെ ദിശ പട്ടാനെ കൊണ്ടുവന്നത് എന്തിനാണ് അനാവശ്യമായിട്ട് ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ഈ 2 ആൾക്കാരെയും കൊണ്ടുവന്നത് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് DSPയുടെ മ്യൂസിക്കാണ്. കാരണം ആളത്ര ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള രീതിയിൽ ഒരു ഹോളിവുഡ് പടത്തിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഒരു BGMസും സ്കോറൊക്കെ തന്നെയാണ് ഈ പടത്തിന് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അതും നമ്മൾ ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് ഇൻസ്ട്രുമെൻസും അതിൻ്റെ ഓരോ റിതംസും എല്ലാം ഗംഭീരമായിരുന്നു. അതും DSPയുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മ്യൂസിക് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ആളുടെ മ്യൂസിക് വൈബ് എന്ന് പറഞ്ഞാൽ തെലുങ്കന്മാരുടെ ഒരു എന്താ പറയുക, നമ്മൾ അനിരുദ്ധിൻ്റെ ഒരു പഴയ വെർഷൻ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഓഡിയൻസിൻ്റെ ടൈപ്പുള്ള അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ ഇറക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ജോണറിൽ ആൾ മ്യൂസിക് ചെയ്താൽ അതെനിക്ക് അറിയാൻ പോലും പാടില്ല. ആ രീതിക്ക് DSP ഗംഭീര വർക്കാണ് എന്ന് ചെയ്തിട്ടുള്ളത്. ഇതിലാകെ ഒരു യോലോ സോങ് അത് ഒട്ടും എന്താ പറയുക, എന്തോ കാട്ടി കാണിച്ചൊരു ഒരുമാതിരി പാട്ടായിപ്പോയി. അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും അതിൻ്റെ പാട്ടാണെങ്കിലും ഒരു ഫ്ലോപ്പായിരുന്നു ആ ഒരു പാട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ അത് മാറ്റി നിർത്തി നോക്കിയാൽ മ്യൂസിക് ഗംഭീരമായിരുന്നു. പിന്നെ നിഷാദ് യൂസഫിനെ കുറിച്ച് എനിക്ക് പറയാതെ, കാരണം അതിൽ നിഷാദ് യൂസഫ് ഈ ഒരു 2 ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ഒരു എഡിറ്റിംഗ് പാറ്റേൺ, പ്രത്യേകിച്ച് ഈ ഒരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ടൈപ്പ് ഒരു യൂത്തിന് കൊടുക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള കുറേ ട്രാൻസിഷൻ പെട്ടെന്ന് തൊട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ഫ്രാൻസിസിൻ്റെ ഒരു ക്യാരക്ടറും ആ ഒരു വേൾഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കങ്കുവൊക്കെ അങ്ങനെയല്ല, കുറച്ചുകൂടി ഇമോഷൻസ് വെച്ച്
അങ്ങനെയൊക്കെ ഗംഭീരമായിട്ട് എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ആയിരുന്നു. കാരണം നിഷാദ് യൂസഫിൻ്റെ തന്നെ ഗംഭീരമായിട്ടുള്ള ആളുടെ കരിയറിലെ ഏറ്റവും അടിപൊളി വർക്കായിരിക്കും കങ്കുവ. അത് ഗംഭീരമായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ നമുക്ക് റിപ്പീറ്റേഷൻ തോന്നും. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രാൻസിസിൻ്റെ പല ഭാഗങ്ങളും എനിക്ക് തല്ലുമാലയുടെ കറക്റ്റ് കോപ്പി ആയിട്ടുള്ള കുറേ ട്രാൻസാക്ഷൻസ് തോന്നി. അത് നമ്മൾ അങ്ങനെ തോന്നിപ്പോയി എനിക്ക് ആ ഒരു സംഭവങ്ങൾ. ആ ഒരു എഡിറ്റിംഗ് ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ എഡിറ്റിങ്ങും ഇതും എടുത്ത് മാറ്റി ഇനി സിനിമാറ്റോഗ്രഫി നോക്കുകയാണെങ്കിലും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ VFX പല ഭാഗങ്ങളും ഭയങ്കര മോശമായിരുന്നു. പ്രത്യേകിച്ച് കടൽ, കുറേ കപ്പലുകൾ. അതിൽ മുതലയുടെ ഒരു സീനുണ്ട്, അതിൻ്റെ VFX അടിപൊളിയായിരുന്നു. പക്ഷെ അത് മാറ്റി കുറേ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ VFX പോലും വളരെ മോശമായിരുന്നു. ഇപ്പം എത്ര ടെക്നിക്കൽ സൈഡ് എത്ര നന്നായി എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് എല്ലാം മോശമാണെന്ന് വിചാരിക്കാം, നല്ലൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു കഥയാണെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കുക പോലും ഇല്ല. കാരണം നമ്മളെ കഥയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു കഥ ഇത് എനിക്കറിയില്ല, ഫാമിലി ഓഡിയൻസ് പോലും പോകുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ജോണറോ അല്ല അങ്ങനത്തെ രീതിയിലുള്ള പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പ് രീതിയിലാണ് ഈ കഥ മൊത്തത്തിൽ പോണത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ചെറിയ കഥ 2.5 മണിക്കൂർ ഇത്രയും വലിച്ചത് തന്നെ റബ്ബർ ബാൻഡ് പോലെയായിരുന്നു, വലിഞ്ഞിങ്ങനെ പോവായിരുന്നു. അതുകൂടാണ്ട് ഇതിനൊരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. അതിന് ഒരു വലിയ ടൈലുണ്ട്. അതും ക്യാമിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ക്യാമിയോ റോൾ അല്ലെങ്കിൽ ഒരു ക്യാമിയോ ക്യാരക്ടറെ കാണിക്കണമെങ്കിൽ മിനിമം ഒരു 1.5 മിനിറ്റിനുള്ളിലോ 2 മിനിറ്റിനുള്ളിലോ ഒതുക്കണം. പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റ് സീൻ പോലെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ഇതിൽ വരുന്ന ഒരു ടൈലൻ്റ് ഉണ്ട്. ഒന്നാമത് എനിക്ക് ടൈലൻ്റാണ് മടുത്ത്. ഈ അടുത്തിറങ്ങിയ എല്ലാ പടങ്ങൾക്കും ടൈലൻ്റാണ് വെച്ചിരിക്കുന്നത്. ഒരു സിനിമ പറ്റുമെങ്കിൽ ആ സിനിമയെ തന്നെ അവസാനിപ്പിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു കഥക്ക് ഡിമാൻഡ് ചെയ്യുന്നില്ല, 2ാം പാർട്ടിന് ഉള്ള കഥയില്ല ഈ സിനിമയിൽ. അതിന് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ആ ക്യാരക്ടറിന് വീണ്ടും ഈ കഥനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല മൊത്തത്തിൽ ഈ ഒരു സിനിമ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ നിരാശയുടെ അങ്ങേയറ്റായിരുന്നു ഈ ഒരു സിനിമ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ 4 മണി ഈ ഒരു ഷോക്ക് കയറിയതിന് ശേഷം ഞാൻ മാത്രമല്ല കുറേ ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായത്. പ്രത്യേകിച്ച് നമ്മളറിയാലോ, ഉറക്കൊക്കെ ഉളച്ചാണ് ഈ ഒരു പടം കാണാൻ വരുന്നത്. അപ്പോൾ അത്രയും എൻഗേജ് ചെയ്ത് ഇരുത്തിയാൽ മാത്രമേ നമുക്കിത് നോക്കാൻ പറ്റുള്ളൂ. എനിക്ക് തന്നെ ചില ഭാഗങ്ങളിൽ ഇന്ന് കണ്ണടഞ്ഞു വരുമ്പോഴേക്കും പിന്നെ ഒച്ചയും വെളിയും വെള്ളമാണല്ലോ മൊത്തം, അതിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി എണീക്കും. അങ്ങനെയായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നെ ഗോപാൽജിയുടെ ഗോകുലം ഫിലിംസിനോടൊരു കാര്യം പറയാനുണ്ട്. 4 മണിക്ക് ഷോ വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണിക്ക് തന്നെ KDM ഡെലിവറി ആണ്. അല്ലാണ്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെച്ച് വലിപ്പിക്കരുത്. ഇപ്പം ഞാൻ പോയ തിയേറ്ററിൽ 1/2 മണിക്കൂറിലാകട്ടെ 4 മണിയുടെ ഷോ 4:30ക്കാണ് തുടങ്ങിയത്. അത് KDM വരാത്ത കാരണം, അതായത് തിയേറ്ററുകാരുടെ കയ്യിൽ ഹാർഡ് ഡിസ്കിൽ പടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് പ്ലേ ചെയ്യണമെങ്കിൽ ഒരു KDM എന്ന് പറഞ്ഞൊരു സാധനം വേണം. അത് കൊടുക്കേണ്ട ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ചുമതലയാണ്. അത് സമയത്തിന് കൊടുക്കേണ്ടത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചുമതലയാണ്. അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പണി നിർത്തിപ്പോ, അല്ലാണ്ട് എന്ത് പറയാം. ഞാൻ അത്രയും സമയം അതിന് പോയി. അത് കഴിഞ്ഞിട്ട് പല തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു രാഗത്തിലൊക്കെ 4:45 4:50 തോന്നുന്നു KDM വന്നതെന്ന് തോന്നുന്നുണ്ട്. പടം തുടങ്ങി എപ്പോഴും തുടങ്ങി. ഞങ്ങൾക്ക് അതിന് മുമ്പേ പടം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലും മൊത്തത്തിലും ലാഗായിരുന്നു ഈ ഒരു പടം. മിക്ക സ്ഥലങ്ങളിലും KDM ഡെലിവർ ആയത്. KDM ഡെലിവർ ആയ ശേഷം പടവും ലാഗായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കങ്കുവ എന്ന് പറഞ്ഞ FDFS. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൂര്യപടത്തിൻ്റെ FDFS പോകുന്നത്. ഫസ്റ്റ് സൂര്യപടത്തിൻ്റെ FDFS തന്നെ ഇങ്ങനെയായിരുന്നു. എനിക്ക് വല്ലാത്തൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം. ഇതാണ് എനിക്ക് കങ്കുവ കണ്ടപ്പോൾ തോന്നി. നിങ്ങൾക്ക് എന്താണ് കണ്ടപ്പോൾ തോന്നിയെന്ന് കണ്ട ശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറയാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. കിടന്നുറങ്ങാൻ നോക്കട്ടെ.